അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി എഗ്ഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതായത് ഞാനിപ്പോൾ ഒരു മുട്ട 4 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ടും നിങ്ങൾക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മൈദ കോൺഫ്ലോറിൻ്റെ അത്രയ്ക്ക് വേണ്ട. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിലാണ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് വരും. കോൺഫ്ലോർ കൂടുതൽ ചേർക്കുമ്പോഴായിരിക്കും ഇത് കൂടുതൽ ക്രിസ്പി ആയിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് അളവിലൊന്നും നമ്മൾ തയ്യാറാക്കണില്ലല്ലോ, അപ്പോൾ ഇത്ര തന്നെ മതിയാവും, കറക്റ്റായിട്ട് തന്നെ വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം അളവിൽ കാശ്മീരി ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും, പക്ഷേ അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. യോക്ക്, അതായത് മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ, വെള്ളം മാത്രം മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതായത് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട്, ഒരുപാട് തിക്കാവണ്ട എന്നാൽ ഒരുപാട് ലൂസാവും വേണ്ട, ആ ഒരു രീതിയിൽ ഒരു ബാറ്ററാക്കി നമുക്കിത് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനായിരിക്കും കറക്റ്റായിട്ട് വരിക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കട്ടകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. മുട്ട നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു കോട്ടിങ് മതി, ഓവറായിട്ടുള്ള കോട്ടിങ് വേണ്ട. ഈ ഒരു ബാറ്റർ ഒരുപാട് തിക്കായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആ കോട്ടിങ്ങിൻ്റെ കട്ടി കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ മുട്ടയുണ്ടല്ലോ, ഇത് ഈ മൈദയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതായത് ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഒരു മൈദ തട്ടിക്കളയുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വറുത്തെടുക്കുക. അപ്പോൾ തന്നെ ആയിരിക്കും അത് കറക്റ്റായിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കാതെ തന്നെ ചെയ്യുക. അപ്പോൾ തന്നെ ആയിരിക്കും കറക്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റുക. അപ്പോൾ എല്ലാ എഗ് പീസസും നമുക്ക് ഇതുപോലെ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള മൈദ തട്ടിക്കളഞ്ഞിട്ട് ഈ പ്ലേറ്റിൽ വെക്കുക. എന്നിട്ട് പിന്നെ അവസാനം എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതുപോലുള്ള റെസിപ്പികൾക്കൊന്നും വെളിച്ചെണ്ണയൊന്നും നന്നായിട്ട് വരില്ല. അതിനുശേഷം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ മുട്ട എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട കോട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് ഈ ഒരു ബാറ്ററിൽ നിങ്ങൾ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ് യോക്കൊക്കെ ഇതിൽ മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നും ഇതുപോലെ എടുത്ത് കോട്ട് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ആ ഒരു ബാറ്റർ മാറ്റിയതിന് ശേഷം മാത്രം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നമുക്കിത് കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരിക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ഫ്രൈ ആവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു ഭാഗം കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്ന ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് വരിക, പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ കോരി മാറ്റിയാണ്. ഇത് മതി. നമുക്കിതൊരു കിച്ചൺ ടിഷ്യൂലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. എക്സസ് ആയിട്ട് എന്തെങ്കിലും ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ തീരെ അബ്സോർബ് ചെയ്യില്ല. കണ്ടില്ലേ,
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത ബാച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് എന്താ പറയുക, ഒരുപാട് എണ്ണം ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറേശ്ശിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചൂടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റുക. തിരിച്ച് മറിച്ചിട്ടിട്ട് ഞാൻ നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഓവറായിട്ട് ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വരും, അത്ര തന്നെ വേണ്ടു. അപ്പോഴേക്കും ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ടാവും, അത്ര തന്നെ മതി കേട്ടോ. പക്ഷേ സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവും ഉൾഭാഗത്തിന്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചില്ലി എഗ്ഗ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി മുറിച്ചതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം അളവിൽ വെജിറ്റബിൾ ഓയിലായിരുന്നു അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എണ്ണ ആവശ്യമില്ല ഇതുപോലുള്ള ഡിഷസ് ഒന്നും തയ്യാറാക്കുമ്പോൾ. ഇനി അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷൻ ഇതിലേക്ക് മുറിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചൈനീസ് ഡിഷസ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കുക. അപ്പോഴായിരിക്കും ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവോളയൊന്നും ഒരിക്കലും സോഫ്റ്റ് ആയിട്ട് പോകരുത്. അതായത് സവോളയും ക്യാപ്സിക്കൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രഞ്ചി ആയിട്ട് വേണം ഇരിക്കാൻ. സോഫ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഓരോ ചെറിയ കഷ്ണം വീതമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതാകുമ്പോൾ കുറച്ച് കളർഫുള്ളാവും, അത്രേ തന്നെയുള്ളൂ. ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ വിനിഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് വിനിഗർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം വിനാഗിരി ആണ് ഒഴിക്കുന്നത്. പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി സോസ് നമുക്ക് ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അളവിൽ ഡാർക്ക് സോയ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ലൈറ്റ് സോയ സോസ് ആണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് മുറിച്ചത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 6 ഒക്കെ വരെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് ഇതിലുണ്ടാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറ് വരും ഈ ഒരു കറിക്ക്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കളറാണ്. പക്ഷേ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് നല്ലതല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പേസ്റ്റ് തന്നെയായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. അപ്പോൾ കാശ്മീരി ചില്ലി പേസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് വെച്ചാൽ സാധാരണ കാശ്മീരി മുളക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ തണുത്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ സോസിൽ എല്ലാത്തിലും ഉപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തയ്യാറാക്കാം, ചില്ലി എഗ്ഗ് ഡ്രൈ, അല്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഗ്രേവിയോടുകൂടി തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതാണ് ഇത്രയ്ക്ക് ഒരു അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ ഈ ഒരു സ്ലറി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. അപ്പോൾ ഡ്രൈ ആയിട്ട് നിങ്ങൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല. ഗ്രേവി ആയിട്ട് തയ്യാറാക്കുമ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കണത്. കാരണം കോൺഫ്ലോർ ഒന്ന് എന്താ പറയുക, ഒന്ന് തിളച്ചതിന് ശേഷം കുക്കായിട്ട് വരാനുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നിയപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇത് ഡ്രൈ ആയിട്ട് വന്നോളും. അതിനുശേഷം നല്ല പോലെ ഒന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ കാശ്മീരി ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തില്ലേ, അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി
ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരി ചില്ലി പേസ്റ്റിന് പച്ചമണം കൂടുതലായിരിക്കും. അത് മാറിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ മുട്ട കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഈ ഒരു രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം. അപ്പം തന്നെയായിരിക്കും കറക്റ്റായിട്ട് വരിക. ഈ മുട്ടയിൽ ഈ ഒരു സോസും എല്ലാം കൂടി പിടിച്ച് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എഗ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു ഡിഷ് തന്നെയായിരുന്നു. പക്ഷേ അത് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയെടുക്കണത്. അപ്പോൾ ആ ഒരു രീതിയിൽ എഗ്ഗ് കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂണോളം അളവിൽ. അപ്പോൾ നല്ലൊരു ചൈനീസ് ഫ്ലേവർ കിട്ടും ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഒരു പിടിയോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ലീവ്സ് അല്ലെങ്കിൽ ഗ്രീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്ര തന്നെ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇതിരിക്കണത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 1 കപ്പ് ഇഡ്ഡലി റൈസ് ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിതിപ്പോൾ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ പച്ചരി ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ അരി നന്നായിട്ട് തന്നെ കുതിർന്ന് വരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് കുതിർത്തി വെച്ച ഇഡ്ഡലി റൈസില്ലേ അതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് ഒരു പ്രാവശ്യം അരച്ചെടുക്കാനുള്ളതുള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുതിർത്തി വെച്ച എല്ലാ ഇഡ്ഡലി റൈസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 കപ്പ് നാളികേരം ചെരുക്കി എടുത്തതാണ്. 1 കപ്പ് ഇഡ്ഡലി റൈസിന് 1/2 കപ്പ് നാളികേരം ചെരുക്കിയത്, അത് കറക്റ്റായിട്ടുള്ള ഒരു അളവ് തന്നെയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. തരികളൊന്നും ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അവസാനം. ഞാനിത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്ക് ബാറ്ററായിട്ടാണ് ഇരിക്കണത്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ദോശ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് ആവശ്യം. ഞാനിതിലേക്ക് മൊത്തത്തിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അരച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ 1/2 കപ്പ് ആദ്യം തന്നെ ഒഴിച്ചില്ല. ആദ്യം തന്നെ ഒഴിച്ചപ്പോൾ ഒരു 1/4 കപ്പ് ഒഴിച്ചു, പിന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് അരച്ചെടുത്തത്. ഇനിയും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ തന്നെ ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം. അപ്പോൾ നമുക്കറിയാൻ പറ്റും കറക്റ്റ് എത്ര വെള്ളം വേണമെന്നുള്ളൊരു കാര്യം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ എടുത്ത ആ സെയിം കപ്പിൽ തന്നെയാണ് കേട്ടോ ഒഴിക്കണത്. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ? നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരില്ല, വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റായിട്ട് വരില്ല. ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി തന്നെ ആവണം. ഒരു ബട്ടർ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയും, ആ ഒരു രീതിയിൽ ഇത് വരണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഈ ഒരു കൺസിസ്റ്റൻസി ആയ കാരണം പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് അരച്ചെടുത്തതും വെള്ളം ഒഴിച്ചു കൊടുത്തതും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ 2.5 കപ്പ് വെള്ളം. അത് പിന്നെ നമ്മൾ എടുക്കണ അരിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും വെള്ളത്തിൻ്റെ അളവ്. ഇപ്പോൾ ഇഡ്ഡലി റൈസ് എടുക്കുമ്പോൾ ഒഴിക്കണ വെള്ളമാവില്ല, ചിലപ്പോൾ സോനാ മസൂരി റൈസ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ പച്ചരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എടുക്കണ വെള്ളം എന്ന് പറയുന്നത്.
അത് നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് താഴേന്ന് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മാത്രം ഈ ദോശത്തവയിലേക്ക് കോരി ഒഴിച്ചാൽ മതി. നമ്മൾ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് ദോശത്തവി എടുക്കുമ്പോൾ ഇതുപോലെ ഈ അരികു ഭാഗങ്ങൾ കുറച്ചുള്ള ദോശത്തവ ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലത്തെ തവേനേക്കാളും നല്ലത് ഈ ഒരു ടൈപ്പ് തവ തന്നെയാണ്. കാരണം ഇതിൽ നമുക്ക് കറക്റ്റ് കോരി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്പ്രെഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഈ ദോശത്തവി ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരണം. തീരെ ചൂടായില്ല എന്നുണ്ടെങ്കിലും ദോശ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. കണ്ടില്ലേ, തവ ചൂടായിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂട് ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് ചൂടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. അതായത് നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിനുശേഷം മാത്രം കോരി ഒഴിക്കാം കേട്ടോ. അതായത് കോരി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വരണം. അതായത് നെറ്റ് പോലെ വരണം. അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുക്കാവാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ചെയ്തത്. തുറന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് വരും. അടച്ചു വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അരികു വശങ്ങളിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ എടുക്കണ പോലെ അല്ല ഇത് എടുക്കുക. അതിനുശേഷം ഇത് ഒന്നും കൂടി ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ക്രിസ്പി തന്നെയാണ് കേട്ടോ. ക്രിസ്പി അല്ലാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ സോഫ്റ്റ് തന്നെയാണ്. തണുത്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ദോശയാണ്. ഇനി തവ വീണ്ടും ചൂടായിട്ട് വരട്ടെ കേട്ടോ. തവയുടെ ചൂട് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് തന്നെയാണ്. തീരെ കുറഞ്ഞു പോയാലും നന്നാവില്ല, കൂടിപ്പോയാലും നന്നാവില്ല. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തവ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോരി ഒഴിക്കാം. ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല നെറ്റ് പോലെ വരണം. അടച്ചു വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അധികം സമയമൊന്നും വേണ്ട കുക്കായിട്ട് വരാൻ. ഞാനിതിപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അരികു വശങ്ങളിൽ നിന്നൊക്കെ വിട്ട് പോരുന്നുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഇങ്ങനെ മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത നീർദോശയും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. പ്ലേറ്റിൽ വെച്ച് കൊടുക്കുമ്പോൾ, അതായത് മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഒട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരെണ്ണത്തിൻ്റെ മുകളിൽ വേറെ ഒരെണ്ണം വെക്കണ്ട. അടുത്ത ദോശ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് ഞാൻ കോരി ഒഴിക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇതുപോലെ ഹോൾസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്കിതുപോലെ മടക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. അടുത്ത നീർദോശയും നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും തവ ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വിടിയിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, തന്നെ വിട്ട് വന്നോളൂ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.